കോഴിക്കോട് ജില്ലയിലെ വളരെ മനോഹരമായൊരു വാട്ടർഫോൾസാണ് അരിപ്പാറ വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾ ഇത് കാണാൻ വരുന്നവരെ സംബന്ധിച്ച് നമ്മൾ വരുന്ന സമയത്ത് തന്നെ പേ പാർക്കിംഗ് പറഞ്ഞൊരു പ്രോപ്പർട്ടി കാണാവുന്നതാണ്. അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് നമ്മൾ വരുന്നിടത്ത് പാർക്ക് ചെയ്യാൻ വേറെ സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ പേ ചെയ്തൊരു വീടിൻ്റെ അടുത്താണ് ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പം ഇങ്ങോട്ട് കയറുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പം അവിടെ ഒരു ഫീ ഉണ്ട്. അപ്പം വളരെ നിസ്സാരമായ തുക തന്നെയാണ് കേട്ടോ. അത് കൊടുത്തിട്ട് നമുക്ക് കയറാവുന്നതാണ്. വളരെ അപകട സാധ്യതയുള്ളൊരു ഏരിയയും കൂടാണ് ഇത്. ഞങ്ങൾ വരുന്ന ഡിസംബറിലാണ് ഞങ്ങളിവിടെ വന്നത്. ആ സമയം വരെ 28 പേര് വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ സൂക്ഷിക്കുക. ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ലൈഫ് ഗാർഡ്സൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഡിസംബറിൽ ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ വലിയ വെള്ളമൊന്നുമില്ല. പക്ഷെ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. പാറയിലും നിറയെ ഹോളുകളും ആ ഹോളിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെയായിട്ട് വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നല്ല വെള്ളച്ചാട്ടം ഇരിക്കും. അപ്പോൾ ഭയങ്കര ഫോഴ്സിലായിരിക്കും വരിക. പിന്നെ ഇവിടെ മഴക്കാലത്താകുമ്പോൾ ഇവിടെ വേറെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടന്ന് വെള്ളച്ചാട്ടം കാണാം, എൻജോയ് ചെയ്യാമെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ലൊരു ആ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ മറു സൈഡ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നല്ല അടിപൊളി ഒരു കിഡ്സ് പാർക്കുണ്ട്. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നവരെ സംബന്ധിച്ച് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ നല്ലൊരു കഫ്തേരിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്കും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ കഫ്തേരിയ ഓപ്പൺ ആണ്. കാരണം വലിയ റഷ് ടൈം അല്ല ഈ ടൈം. വെള്ളച്ചാട്ടം അറിയാമല്ലോ, വെള്ളമൊക്കെ ഉള്ളപ്പോഴാണല്ലോ വെള്ളച്ചാട്ടം കാണാൻ കൂടുതൽ ആൾക്കാർ വരിക. ഞങ്ങൾ പിന്നെ അതുവഴി പോയതുകൊണ്ട് അതൊന്ന് കണ്ടിട്ട് പോകാന്നുകൊണ്ട് കയറിയതാണ്. അപ്പം അരിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരെ സംബന്ധിച്ച് നല്ല കഫ്തേരിയും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതുണ്ട്. നല്ലൊരു വാച്ച് ടവർ ഉണ്ട്. ആ ടവറിൻ്റെ അവിടെ നിന്ന് കണ്ടാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജും ഈ പുഴയൊക്കെ ആയിട്ട് കാണാം. ഇത് ഇരുവഞ്ചിപ്പുഴയാണ്. ഇരുവഞ്ചിപ്പുഴ ഇങ്ങനെ മഴക്കാലത്തൊക്കെ നല്ല കുത്തി നിറഞ്ഞ് ഒഴുകുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. വെള്ളത്തിലിറങ്ങുമ്പോൾ ആ സമയത്ത് സൂക്ഷിക്കണം. എങ്കിലും നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വഴി പോകുന്നവർക്ക് ഇങ്ങോട്ട് അരിപ്പാറ വെള്ളച്ചാട്ടം നിങ്ങൾ ഗൂഗിളിൽ നോക്കാൻ കാണാം. മഴക്കാലത്ത് ഇത് എങ്ങനെയാണ് ഒഴുകുന്നത്. അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.